പ്രളയജലത്തിൽ ഇല്ലാതായി പോയ ഒരു ഗ്രാമമുണ്ട് ബീഹാറിലെ ഭോജ്പൂർ ജില്ലയിൽ. കരകയറിയെത്തിയ ഗംഗാനദിയിൽ വീടുകൾ ഒലിച്ചു പോയതോടെ 500ഓളം കുടുംബങ്ങളാണ് പ്രതിസന്ധിയിലായത്. സർക്കാർ സഹായങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് മാസങ്ങൾക്ക് ഇപ്പുറവും പുറമ്പോക്കിൽ പുല്ലുമേഞ്ഞ കുടിലുകൾ കെട്ടിയാണ് ഈ മനുഷ്യരുടെ ഇപ്പോഴത്തെ താമസം. പട്നയിൽ നിന്ന് ഏതാണ്ട് 3 മണിക്കൂർ യാത്ര ചെയ്താണ് ജവനിയ എന്ന ഈ ഗ്രാമത്തിലേക്ക് എത്തിയത്. ഗംഗാതീരത്തുള്ള ഗ്രാമമാണ്. പക്ഷേ ഇവിടെ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലും ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നുന്നുണ്ട്. കാരണം പ്രളയജലം ഏതാണ്ട് പൂർണ്ണമായി ഈ ഗ്രാമത്തെ തുടച്ചു നീക്കിയിരിക്കുന്നു. ഗംഗാനദിക്കരയിൽ നിന്ന് ഏറെ ദൂരെ മാറിയായിരുന്നു വീടുകൾ. പക്ഷേ ഓഗസ്റ്റിലെ പ്രളയത്തിൽ നദി വീടുകളാകെ ഒഴുക്കിക്കൊണ്ടുപോയി. അവശേഷിച്ച ഏതാനും ചിലത് അപകടാവസ്ഥയിൽ കാണാം. നദിയിൽ വെള്ളം കുറയുമ്പോൾ വീടുകളുടെ അവശിഷ്ടങ്ങൾ തെളിഞ്ഞു വരും. आपका घर इधर इधर ही था पहले? उधर था उधर। नदी के अभी नदी है, नदी के अंदर 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 है। अभी पानी इतना नहीं था? नहीं, हर साल ऐसा पानी आता है क्या? पानी आता है लेकिन कटाव नहीं होता था पहले। इतना नहीं होता? नहीं नहीं घर के अंदर कभी नहीं आया? नहीं, इस बार बहुत आया? बहुत है यार। अच्छा, 2024 में भी हुआ, 25 में भी हुआ। വെള്ളം ഇറങ്ങിത്തുടങ്ങിയതോടെ ചിലർ പഴയ സ്ഥലത്ത് പുല്ലുമേഞ്ഞ് വീടുണ്ടാക്കി മടങ്ങിയെത്തിയിട്ടുണ്ട്. വീട് നഷ്ടമായവരുടെ സർക്കാർ കണക്കിൽ ഇല്ലാത്തവരാണ് പലരും. दूसरा घर कुछ गवर्नमेंट नहीं दिया आपको? बाड़े पे कुछ? हमें कुछ नहीं दिया, बाड़े पे कुछ घर वगैरह कुछ नहीं नहीं दिया? कुछ मदद मिला है क्या आपको? कुछ भी नहीं, अभी 2 महीने हो रहे हैं, अभी तक कुछ नहीं मिला? कुछ नहीं मिला। मेरा नाम भी नहीं है ढाने में था। क्यों? बह गया, उसमें मेरा नाम नहीं है। बहुत लोगों का नाम नहीं है। ഗ്രാമത്തിലെ ഭൂരിഭാഗം പേരും 1 കിലോമീറ്റർ അപ്പുറത്ത് ഒരു പുറമ്പോക്ക് ഭൂമിയിലാണ് ഇപ്പോഴുള്ളത്. കൃഷിസ്ഥലങ്ങളിലേക്ക് വെള്ളം കയറാതിരിക്കാനുണ്ടായ തടയണയിൽ കിലോമീറ്ററുകളോളം നീളത്തിൽ കുടിലുകൾ. മനുഷ്യരും അവരുടെ വളർത്തുമൃഗങ്ങളൊക്കെ കഴിയുന്നത് ഈ ചെറിയ കുടിലുകളിലാണ്. ഇവിടെ ശുചിമുറി അടക്കമുള്ള സൗകര്യങ്ങളൊന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല. സമീപത്ത് ഒരു തോടൊഴുകുന്നുണ്ട്, അതിന്റെ കരയിലേക്ക് പോകും എന്നതാണ് അവർ പറയുന്നത്. ऐसा ले सब मदद का भी मिलल बा, अभी कुल बाटे वोटे आदमी आई रहे सब लेखा है तो वे कुल मिलत रहा है। सब सुविधा है, अब दिखने में इतना खास नहीं है। और साधन का भी जाओ, कुछ साधन लोखत नहीं, साधन रही तो मैंने घर द्वार मकान नियर आदमी टीना सीने बी के रही। शौचालय वगैरह कुछ है क्या? न शौचालय नहीं है, नहीं शौचालय नहीं है। ദുരിത ജീവിതമാണെങ്കിലും തെരഞ്ഞെടുപ്പ് കാലത്ത് കുടിലുകൾക്ക് മുകളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടി കാണാം. ഇത്തവണയും ഈ മനുഷ്യർ പോളിംഗ് ബൂത്തിലേക്ക് എത്തി വോട്ട് ചെയ്യും. ഇവർ വോട്ട് ചെയ്യുന്ന ആളുകൾ ജയിച്ചും വരും. പക്ഷേ അതിനുശേഷം ഈ കുടിലുകൾ കഴിയുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ എന്തു മാറ്റമാണ് അവർക്ക് കൊണ്ടുവരാൻ കഴിയുക എന്ന ചോദ്യം അവിടെ ബാക്കിയാണ്. ബീഹാറിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.